ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് ചരിത്ര വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 217 ദിവസം. ജീവൻ്റെ ഉറവ. ഇന്നേ ദിവസം നമ്മൾ ഏശയ്യായുടെ പുസ്തകം 55-56 അധ്യായങ്ങൾ, എസെക്കിയേലിൻ്റെ പുസ്തകം 16 അധ്യായം, സുഭാഷിതങ്ങളുടെ പുസ്തകം 13 അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ എന്നിവ വായിക്കുന്നു. ജീവൻ്റെ ഉറവയിൽ നിന്ന് പാനം ചെയ്യാൻ നമ്മെ ക്ഷണിക്കുന്ന വചനഭാഗം ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നും. അവിശ്വസ്തയായ ജെറൂസലേമിൻ്റെ വിഗ്രഹാരാധനകളെക്കുറിച്ചുള്ള ഭാഗം എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നും നാം ശ്രവിക്കുന്നു. ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും ദൈവത്തിൻ്റെ വചനം ഫലമില്ലാതെ തിരിച്ചു വരില്ല എന്നും ആ ദൈവസ്വരത്തിനു വേണ്ടി കാതോർത്ത് ദൈവഹിതത്തിന് വിധേയപ്പെടാനും ദൈവം അരുളി ചെയ്തതെല്ലാം നിറവേറുമെന്ന് വിശ്വസിച്ച് ജീവിക്കുവാനും ദൈവത്തെ വിശ്വസ്തയോടെ ആരാധിക്കാനും സഹായിക്കണമേ എന്ന് നമുക്ക് ഈ തിരുവചന വായനയിലൂടെ പ്രാർത്ഥിക്കാൻ പ്രചോദനം ലഭിക്കുന്നു. പുസ്തകം 55 അധ്യായം. ജീവൻ്റെ ഉറവ. ഓ ദാഹാർത്തരെ, നിങ്ങളെല്ലാം ജലാശയത്തിലേക്ക് വരുവിൻ. നിർധനരെ വന്നു വാങ്ങി ഭക്ഷിപ്പിൻ. വന്ന് പണം കൂടാതെ സൗജന്യമായി വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. ആഹാരത്തിന് വേണ്ടിയല്ലാതെ നിങ്ങൾ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾ അധ്വാനിക്കുന്നതെന്തിന്? എന്നെ ശ്രദ്ധിച്ച് കേൾക്കുവിൻ, നിങ്ങൾ നല്ലത് ഭക്ഷിക്കുവിൻ. അങ്ങനെ നിങ്ങൾ വിശിഷ്ടഭോജ്യം ആസ്വദിക്കട്ടെ. നിങ്ങൾ ചെവിചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾ കേൾക്കുവിൻ, എങ്കിൽ നിങ്ങൾ ജീവിക്കുകയും നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടിയിൽ ഞാൻ ഏർപ്പെടുകയും ചെയ്യും. ഇത് ദാവീദിനോടുള്ള സുസ്ഥിരമായ സ്നേഹം തന്നെ. ഇതാ, ഞാൻ അവനെ ജനങ്ങൾക്ക് സാക്ഷിയും ജനപദങ്ങൾക്ക് നായകനും അധിപനുമാക്കിയിരിക്കുന്നു. ഇതാ, നിൻ്റെ ദൈവമായ കർത്താവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായവൻ നിമിത്തം നിനക്ക് അജ്ഞാതമായ ജനതയെ നീ വിളിച്ചുകൂട്ടും. നിന്നെ അറിയാത്ത ജനത നിൻ്റെ അടുക്കൽ ഓടിക്കൂടും, കാരണം അവിടുന്ന് നിന്നെ മഹത്വീകരിച്ചിരിക്കുന്നു. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ നിങ്ങൾ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്തകളും ഉപേക്ഷിക്കട്ടെ. കർത്താവിങ്കലേക്ക്, നമ്മുടെ ദൈവത്തിങ്കലേക്ക് അവർ തിരിയേണ്ടതിനും അവിടുന്ന് അവരോട് കരുണ കാണിക്കേണ്ടതിനുമാണിത്. ക്ഷമിക്കുന്നതിൽ അവിടുന്ന് ഉദാരനാണല്ലോ. എന്തെന്നാൽ നിങ്ങളുടെ ചിന്തകൾ എൻ്റെ ചിന്തകളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. കർത്താവിൻ്റെ അരുളപ്പാട്. ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് എങ്ങനെയോ അങ്ങനെയാണ് നിങ്ങളുടെ വഴികളിൽ നിന്ന് എൻ്റെ വഴികളും നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് എൻ്റെ ചിന്തകളും. മഴയും മഞ്ഞും ആകാശത്തു നിന്നിറങ്ങി അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് ഫലപുഷ്ടമാക്കി തളിർപ്പിച്ച് വിതക്കാരന് വിത്തും വിശക്കുന്നവൻ ആഹാരവും നൽകുന്നത് എങ്ങനെയോ അങ്ങനെയാണ് എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനവും. ഞാൻ ഇഷ്ടപ്പെടുന്നത് നിറവേറ്റാതെയും ഞാൻ ഏൽപ്പിക്കുന്നത് വിജയിപ്പിക്കാതെയും ഫലരഹിതമായി അത് എന്നിലേക്ക് തിരിച്ചു വരികയില്ല. നിങ്ങൾ നിശ്ചയമായും സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും. വനവൃക്ഷങ്ങളെല്ലാം കൈകൊട്ടും. മുൾച്ചെടിക്ക് പകരം പൈൻമരം വളരും, കൊടിത്തൂവയ്ക്ക് പകരം കൊളുന്തു വളരും. ഇത് കർത്താവിന് ഒരു സ്മാരകമായിരിക്കും, ഒരിക്കലും വിച്ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ അടയാളം. ഏശയ്യായുടെ പുസ്തകം 56 അധ്യായം. എല്ലാവർക്കും രക്ഷ. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക. എന്തെന്നാൽ എൻ്റെ രക്ഷ വന്നെത്താൻ പോകുന്നു, എൻ്റെ നീതി വെളിപ്പെടാനും. ഇത് പ്രവർത്തിക്കുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യസന്തതിയും അനുഗ്രഹീതൻ.
സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മയൊന്നും പ്രവർത്തിക്കാതെ തൻ്റെ കരങ്ങളെ കാക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. കർത്താവ് തൻ്റെ ജനത്തിൽ നിന്ന് എന്നെ തീർച്ചയായും അകറ്റി നിർത്തും എന്ന് കർത്താവിനോട് ചേർന്ന വിദേശി പറയാതിരിക്കട്ടെ. ഇതാ ഞാനൊരു ഉണക്കവൃക്ഷമാണെന്ന് ഷണ്ടനും പറയാതിരിക്കട്ടെ. കാരണം കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, എൻ്റെ സാബത്തുകൾ ആചരിക്കുകയും ഞാൻ ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുക്കുകയും എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിലും എൻ്റെ മതിലുകൾക്കുള്ളിലും പുത്രീപുത്രന്മാരേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും. വിച്ഛേദിക്കപ്പെടാത്ത ശാശ്വത നാമം ഞാൻ അവർക്ക് നൽകും. കർത്താവിനെ സേവിക്കാനും അവിടുത്തെ നാമത്തെ സ്നേഹിക്കാനും അവിടുത്തെ ദാസരായിരിക്കാനും കർത്താവിനോട് ചേരുന്ന സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുന്ന എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്ന അവിടുത്തോട് ചേർന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുവരും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ ഞാൻ അവരെ സന്തുഷ്ടരാക്കും. അവരുടെ ദഹനയാഗങ്ങളും ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എന്തെന്നാൽ എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും. ഇസ്രായേലിൻ്റെ പുറന്തള്ളപ്പെട്ടവരെ തിരികെ ചേർക്കുന്ന നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. അവനു വേണ്ടി ശേഖരിക്കപ്പെട്ടതിനോട് ഇനിയും ഞാൻ കൂട്ടിച്ചേർക്കും. നേതാക്കന്മാർക്കും താക്കീത്. വയലിലെ സർവ്വമൃഗങ്ങളെ, വനത്തിലെ സകല മൃഗങ്ങളെ ഭക്ഷിക്കാൻ വരുവിൻ. അവൻ്റെ കാവൽക്കാരെല്ലാം അന്ധരാണ്, അവർ അറിവില്ലാത്തവരാണ്, അവരെല്ലാം മൂകരായ നായ്ക്കളാണ്, അവർക്ക് കുരയ്ക്കാനാവില്ല. അവർ കിടന്ന് സ്വപ്നം കാണുന്നു, അവർ നിദ്രാപ്രിയരാണ്, ആർത്തി പിടിച്ച നായ്ക്കളാണവർ. തൃപ്തി അറിയാത്തവർ, വിവേചിക്കാനറിയാത്ത ഇടയന്മാർ തന്നെ. അവരെല്ലാം സ്വന്തം വഴിക്ക് തിരിഞ്ഞ് ഓരോരുത്തനും തൻ്റെ പരിധിയിൽ നിന്നുള്ള സ്വാർത്ഥ ലാഭത്തിനായി തന്നെ. വരുവിൻ, നമുക്ക് മദ്യപിക്കാനായി ഞാൻ വീര്യമേറിയ വീഞ്ഞെടുക്കാം. ഇതുപോലെ തന്നെ അതീവ സമൃദ്ധമായിരിക്കും നാളെയും എന്നവർ പറയുന്നു. എസെക്കിയേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം. അവിശ്വസ്തയായ ജെറുസലേം. കർത്താവിൻ്റെ വചനം എൻ്റെ പക്കൽ ഇപ്രകാരമുണ്ടായി: മനുഷ്യപുത്ര, ജെറുസലേമിനെ അതിൻ്റെ മ്ലേച്ഛതകൾ അറിയിക്കുക. നീ പറയുക, നാഥനായ കർത്താവ് ജെറുസലേമിനോട് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിൻ്റെ ആരംഭവും നിൻ്റെ ജന്മവും കാനാൻ ദേശത്തു നിന്നാണ്. നിൻ്റെ പിതാവ് അമോര്യനും മാതാവ് ഹിത്തിയുമാണ്. നിൻ്റെ ജനനത്തെക്കുറിച്ച് നീ ജനിച്ച ദിവസം പൊക്കിൾക്കൊടി മുറിച്ചിരുന്നില്ല. ശുദ്ധിയാക്കാൻ ജലം കൊണ്ട് നിന്നെ കഴുകിയിരുന്നില്ല. ലാവണ്യമേകാൻ നിന്നെ ഉപ്പ് പുരട്ടിയിരുന്നില്ല. പൊതിയാൻ നിന്നെ പിള്ളക്കച്ചി അണിയിച്ചിരുന്നുമില്ല. നിൻ്റെ മേൽ ദയയോടെ ഒന്നെങ്കിലും നിനക്കായി ചെയ്യാൻ ഒരു ദൃഷ്ടിയും നിൻ്റെ മേൽ കനിവ് കാട്ടിയില്ല. ജനിച്ച ദിവസം തന്നെ നിൻ്റെ ജീവനോടുള്ള അവജ്ഞയാൽ വെളിമ്പ്രദേശത്തേക്ക് നീ വലിച്ചെറിയപ്പെട്ടു. നിൻ്റെ ചാരെ ഞാൻ കടന്നുപോയപ്പോൾ ചോരയിൽ കിടന്നുരുളുകയായിരുന്ന നിന്നെ ഞാൻ കണ്ടു. രക്തത്തിലായിരുന്ന നിന്നോട് ഞാൻ പറഞ്ഞു, ജീവിക്കുക. രക്തത്തിലായിരുന്ന നിന്നോട് ഞാൻ പറഞ്ഞു, ജീവിക്കുക. വയലിലെ മുള പോലെ നിന്നെ ഞാൻ പെരുപ്പിച്ചു. നീ വളർന്നു വലുതായി, സൗന്ദര്യഭൂഷണത്തിൽ എത്തിച്ചേർന്നു. നിൻ്റെ സ്തനങ്ങൾ വളർന്നു, മുടി തഴച്ചു വളർന്നു. എങ്കിലും നീ നഗ്നയും അനാവൃതയുമായിരുന്നു. നിൻ്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ ഞാൻ നിന്നെ നോക്കി. ഇതാ നിൻ്റെ സമയം, നിൻ്റെ പ്രേമത്തിൻ്റെ സമയം. എൻ്റെ വസ്ത്രവിളുമ്പുകൾ നിൻ്റെ മേൽ ഞാൻ വിരിച്ചു, നിൻ്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് ശപഥം ചെയ്തു, ഞാൻ നീയുമായി ഒരു ഉടമ്പടിയിലെത്തി. അങ്ങനെ നീ എൻ്റേതായി തീർന്നു. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ നിന്നെ കുളിപ്പിച്ച് നിൻ്റെ മേലുള്ള നിൻ്റെ രക്തം കളയുകയും തൈലം പൂശുകയും ചെയ്തു. ഞാൻ നിന്നെ ചിത്രത്തുന്നലുള്ള വസ്ത്രങ്ങൾ ഉടുപ്പിച്ചു, തുകൽച്ചെപ്പ് ധരിപ്പിച്ചു, ചണം ചുറ്റുകയും പട്ടുടുപ്പ് അണിയിക്കുകയും ചെയ്തു. ഞാൻ നിന്നെ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. നിൻ്റെ കൈകളിൽ വളകളും കഴുത്തിൽ മാലയും ഇട്ടു. ഞാൻ നിനക്ക് മുക്കുത്തിയും കാതിന് കമ്മലും നിൻ്റെ തലയിൽ മനോഹരമായ കിരീടവും സമ്മാനിച്ചു. സ്വർണവും വെള്ളിയും കൊണ്ട് നീ അലങ്കൃതയായി. ചണവും പട്ടും കൊണ്ടുള്ളതും ചിത്രത്തുന്നലുള്ളതുമായിരുന്നു നിൻ്റെ വേഷം. നേർത്ത മാവും തേനും എണ്ണയും നീ ഭക്ഷിച്ചു. നീ അതീവ സൗന്ദര്യമാർജിച്ച് രാജത്വത്തിലേക്ക് പുരോഗമിച്ചു. നിൻ്റെ സൗന്ദര്യം കൊണ്ട് ജനതകളുടെ ഇടയിൽ നിൻ്റെ പേര് പ്രശസ്തമായി. എന്തെന്നാൽ ഞാൻ നിൻ്റെ മേൽ നിക്ഷേപിച്ച കാന്തി മൂലം അത് സമഗ്രമായിരുന്നു. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്.
എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു. നിന്റെ കീർത്തിയുടെ ബലത്തിൽ നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. നിന്റെ കാമാസക്തി അക്കാര്യത്തിന് തയ്യാറുള്ള ഏതു വഴിപോക്കൻ്റെ മേലും നീ ചൊരിഞ്ഞു. നിന്റെ വസ്ത്രങ്ങളിൽ ചിലതെടുത്ത് നിനക്കായി പൂജാഗിരിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനിയൊട്ട് ഉണ്ടാകാത്തതുമായ വർണ്ണ കോസടികൾ ഉണ്ടാക്കി അവയിൽ വെച്ച് നീ വ്യഭിചാരം ചെയ്തു. ഞാൻ നിനക്ക് നൽകിയ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള നിന്റെ സൗന്ദര്യാഭരണങ്ങളെടുത്ത് പുരുഷരൂപങ്ങളുണ്ടാക്കി അവയുമായി നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. ചിത്രത്തുന്നലുള്ള നിന്റെ വസ്ത്രങ്ങളെടുത്ത് നീ അവയെ പൊതിഞ്ഞു. എൻ്റെ തൈലവും ധൂപവും അവയ്ക്ക് മുമ്പിൽ നീ അർപ്പിച്ചു. ഞാൻ നിനക്ക് നൽകിയ എൻ്റെ ഭക്ഷണം കൊണ്ട് നേരിയ മാവും എണ്ണയും തേനും കൊണ്ട് ഞാൻ നിന്നെ പോറ്റി. നീ അത് അവയുടെ മുമ്പിൽ പ്രസാദകരമായ പരിമളദ്രവ്യമായി അർപ്പിച്ചു. അതാണ് സംഭവിച്ചത്. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. നീ എനിക്കായി പ്രസവിച്ച പുത്രീപുത്രന്മാരെ എടുത്ത് നീ അവയ്ക്ക് ഭോജനമായി ബലിയർപ്പിച്ചു. നിന്റെ വേശ്യാവൃത്തി പോരാഞ്ഞിട്ടാണോ നീ എൻ്റെ കുട്ടികളെ വധിച്ചു, അവരെ അവയ്ക്കായി അഗ്നിസഞ്ചാരം ചെയ്യിച്ചു? ചെറുപ്പകാലത്ത് നഗ്നയും അനാവൃതയുമായി ചോരയിൽ കുളിച്ചു കിടന്നത് നിന്റെ മ്ലേച്ഛതകൾക്കും വ്യഭിചാരങ്ങൾക്കുമിടയിൽ നീ ഓർമ്മിച്ചില്ല. നിന്റെ സകല തിന്മയ്ക്കും പിന്നാലെ ഉണ്ടായത് ഇതാണ് ദുരിതം, നിനക്ക് ദുരിതം. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. നീ നിനക്കായി വ്യാജാരാധനപീഠം നിർമ്മിച്ചു. ഓരോ തെരുവിലും ഉന്നത മണ്ഡപവും ഉണ്ടാക്കി. ഓരോ വഴിക്കവലയിലും നീ ഉന്നത മണ്ഡപം ഉണ്ടാക്കി. നിന്റെ സൗന്ദര്യം നീ ദുരുപയോഗപ്പെടുത്തി. ഓരോ വഴിപോക്കനും കാലുകൾ വിരിച്ചു കൊടുത്ത് നീ നിന്റെ വ്യഭിചാരങ്ങൾ വർദ്ധിപ്പിച്ചു. മാംസദാഹികളും നിന്റെ അയൽക്കാരുമായ ഈജിപ്ത്യരുമായി നീ വ്യഭിചരിച്ചു. എന്നെ പ്രകോപിപ്പിക്കാൻ നിന്റെ വ്യഭിചാരം നീ വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് ഇതാ നിനക്കെതിരെ ഞാൻ എൻ്റെ കരം നീട്ടി, നിന്റെ ഓഹരി വെട്ടിക്കുറച്ചു. നിന്നെ വെറുക്കുന്നവരുടെ ഇച്ഛയ്ക്ക് നിന്റെ ദുഷ്ടമാർഗത്തെ പ്രതി ലജ്ജിതരായ ഫിലിസ്ത്യ പുത്രിമാർക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുത്തു. മതിവരാഞ്ഞിട്ട് നീ അസീറിയക്കാരുമായി വ്യഭിചരിച്ചു. അവരുമായി വ്യഭിചരിച്ചിട്ടും നീ സംതൃപ്തയായില്ല. കച്ചവട നാടായ കൽദായ ദേശം വരെയും നീ വ്യഭിചാരം വർദ്ധിപ്പിച്ചു. അവരെ കൊണ്ടും നീ സംതൃപ്തയായില്ല. ഇവയെല്ലാം നീ ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം എത്ര കാമാതുരമാണ്. ഉദ്ധതമായ വേശ്യയുടെ ചെയ്തി. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. ഓരോ നാൽക്കവലയിലും നീ വ്യാജാരാധനപീഠം നിർമ്മിച്ചപ്പോൾ ഓരോ തെരുവീതിയിലും ഉന്നത മണ്ഡപവും നീ ഉണ്ടാക്കി. എന്നാൽ പ്രതിഫലം വെറുത്തിരുന്നതിനാൽ നീ വേശ്യയെപ്പോലെയായിരുന്നില്ല. സ്വഭർത്താവിന് പകരം അപരിചിതരെ സ്വീകരിക്കുന്ന സ്വൈരിണിയായ ഒരു ഭാര്യ. എല്ലാ വേശ്യകൾക്കും അവർ പ്രതിഫലം നൽകും. നീയാകട്ടെ നിന്റെ കാമുകന്മാർക്കെല്ലാം പ്രതിഫലം കൊടുക്കുന്നു. വ്യഭിചാരത്തിനായി ചുറ്റും നിന്ന് നിന്റെ അടുത്തെത്തിച്ചേരാൻ നീ അവർക്ക് കൈക്കൂലി കൊടുക്കുന്നു. വ്യഭിചാര വിഷയത്തിൽ മറ്റു സ്ത്രീകളിൽ നിന്ന് വിപരീതമായത് നിന്നിൽ സംഭവിച്ചിരിക്കുന്നു. നിന്നെ പിന്തുടർന്ന് ആരും വ്യഭിചരിക്കുന്നില്ല. നീ പ്രതിഫലം നൽകുമ്പോഴും നിനക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. അങ്ങനെ നീ വ്യത്യസ്തയായി തീർന്നിരിക്കുന്നു. അതിനാൽ അഭിസാരികയെ കർത്താവിൻ്റെ വചനം കേൾക്കുക. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. നിന്റെ ഭോഗേച്ഛ ചൊരിയപ്പെട്ടതിനാലും നീ കാമുകന്മാരോടൊപ്പം വ്യഭിചാരത്തിൽ നിർലജ്ജം നിന്റെ നഗ്നത അനാവരണം ചെയ്തതിനാലും നിങ്ങളുടെ മ്ലേച്ഛതാ വിഗ്രഹങ്ങളുടെ മേൽ അവയ്ക്ക് നീ അർപ്പിച്ച നിന്റെ മക്കളുടെ രക്തം മൂലവും ഇതാ നീ രമിച്ച നിന്റെ കാമുകന്മാരെയും നീ സ്നേഹിച്ച എല്ലാവരെയും സർവോപരി നീ വെറുത്ത എല്ലാവരെയും ഞാൻ തീർച്ചയായും ഒരുമിച്ച് കൂട്ടും. അവരെ നിനക്കെതിരെ ചുറ്റും നിന്ന് ഒരുമിച്ച് കൂട്ടി അവർക്ക് നിന്റെ നഗ്നത ഞാൻ തുറന്നു കാട്ടും. അങ്ങനെ നിന്റെ നഗ്നത മുഴുവൻ അവർ കാണും. വ്യഭിചാരിണികൾക്കും രക്തം ചൊരിയുന്നവർക്കുമുള്ള ന്യായവിധികൾ നിന്റെ മേൽ ഞാൻ പ്രസ്താവിക്കും. ക്രോധത്തിൻ്റെയും അസൂയയുടെയും രക്തം നിനക്ക് ഞാൻ സമ്മാനിക്കും. ഞാൻ നിന്നെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിന്റെ വ്യാജാരാധനപീഠം തട്ടിത്തകർക്കുകയും ഉന്നത മണ്ഡപങ്ങൾ വലിച്ചിടുകയും ചെയ്യും. നിന്റെ വസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞുകളയും. നിന്റെ സൗന്ദര്യാഭരണങ്ങൾ അവർ അപഹരിക്കും. അവർ നിന്നെ നഗ്നയും അനാവൃതയുമായി വിശ്രമിക്കാനിടയാക്കും. നിനക്കെതിരെ അവർ സഭ വിളിച്ചു കൂട്ടും. അവർ നിന്നെ കല്ലെറിയുകയും വാളുകൾ കൊണ്ട് വെട്ടിനുറുക്കുകയും ചെയ്യും. നിന്റെ ഭവനങ്ങൾ അവർ അഗ്നിക്കിരയാക്കും. അനേകം സ്ത്രീകളുടെ കൺമുമ്പിൽ വെച്ച് അവർ നിനക്കെതിരെയുള്ള ന്യായവിധികൾ നടപ്പിലാക്കും. വ്യഭിചാരത്തിൽ നിന്ന് നിന്നെ ഞാൻ നീക്കം ചെയ്യും.
നീ ഇനി പ്രതിഫലം നൽകുകയില്ല. ഞാൻ നിൻ്റെ മേൽ എൻ്റെ ക്രോധം ശമിക്കാനിടയാക്കും. എൻ്റെ അസഹിഷ്ണുത നിന്നിൽ നിന്ന് വിട്ടകലും. ഞാൻ ശാന്തനാകും, മേലിൽ ഞാൻ കോപിക്കുകയില്ല. നിൻ്റെ ചെറുപ്പകാലം നീ ഓർക്കാതിരുന്നതിനാലും ഇവയെല്ലാം കൊണ്ട് എന്നെ ക്ഷോഭിപ്പിച്ചതിനാലും ഇതാ ഞാനും നിൻ്റെ മാർഗത്തിന് നിന്നെക്കൊണ്ട് തന്നെ പിഴയൊടിപ്പിക്കും. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. നിൻ്റെ എല്ലാ മ്ലേച്ഛതകൾക്കും ഉപരിയായ ദുഷ്ടത നീ പ്രവർത്തിച്ചില്ലേ? ഇതാ പഴമൊഴിക്കാർ നിന്നെപ്പറ്റി ഇപ്രകാരം ചൊല്ലും: അമ്മയെപ്പോലെ തന്നെ അവളുടെ മകളും. ഭർത്താവിനെയും കുട്ടികളെയും വെറുത്ത അമ്മയുടെ മകളാണ് നീ. സ്വന്തം ഭർത്താക്കന്മാരെയും കുട്ടികളെയും വെറുത്ത സഹോദരിമാരുടെ സഹോദരിയാണ് നീ. നിങ്ങളുടെ മാതാവ് ഹിത്തിയും പിതാവ് അമോര്യക്കാരനുമാണ്. നിൻ്റെ മൂത്ത സഹോദരി തൻ്റെ പെൺമക്കളോടൊത്ത് നിൻ്റെ ഇടത്തുവശത്ത് താമസിക്കുന്ന സമറിയാണ്. നിൻ്റെ ഇളയ സഹോദരി നിൻ്റെ വലത്തുവശത്ത് തൻ്റെ പുത്രീപുത്രന്മാരോടൊത്ത് താമസിക്കുന്ന സോദോമാണ്. അവരുടെ പാതകളിൽ നീ ചരിച്ചില്ല, അവരുടെ മ്ലേച്ഛതകൾ നീ പ്രവർത്തിച്ചുമില്ല. പക്ഷെ അവ നിസ്സാരമെന്നോണം നിൻ്റെ മാർഗങ്ങളിലെല്ലാം നീ അവരെക്കാൾ വഷളനായി തീർന്നു. ജീവിക്കുന്ന ഞാനാണ് നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. നീ നിൻ്റെ പുത്രിമാരും ചെയ്തതുപോലെ നിൻ്റെ സഹോദരി സാക്ഷാൽ സോദോമും അവളുടെ പുത്രിമാരും ചെയ്തിട്ടില്ല. ഇതാ നിൻ്റെ സഹോദരിയായ സോദോമിൻ്റെ അകൃത്യം ഇതായിരുന്നു. അവൾക്കും അവളുടെ പുത്രിമാർക്കും പ്രൗഢിയും ഭക്ഷ്യസമൃദ്ധിയും സ്വച്ഛഭദ്രതയും ഉണ്ടായിട്ടും അവർ അഗതിയുടെയും ദരിദ്രൻ്റെയും കരത്തെ ശക്തിപ്പെടുത്തിയില്ല. അവർ എൻ്റെ മുമ്പിൽ ഗർവ്വ് കാട്ടുകയും മ്ലേച്ഛത പ്രവർത്തിക്കുകയും ചെയ്തു. നീ കണ്ടതുപോലെ ഞാൻ അവരെ നിർമ്മാർജ്ജനം ചെയ്തു. നിൻ്റെ പാപങ്ങളുടെ പകുതി പോലും സമറിയ ചെയ്തിട്ടില്ല. നിൻ്റെ മ്ലേച്ഛതകൾ നീ അവരുടേതിനേക്കാൾ അധികമാക്കി. നീ ചെയ്ത നിൻ്റെ മ്ലേച്ഛതകളെല്ലാം കൊണ്ട് നിൻ്റെ സഹോദരികൾ നീതിയുള്ളവരായിപ്പോലും കരുതപ്പെടാൻ നീ ഇടയാക്കി. നിൻ്റെ സഹോദരിമാർക്കായി നീ നിമിത്തമാക്കിയ അവമതി നീയും വഹിക്കുക. അവരെക്കാൾ മ്ലേച്ഛമായി നീ പ്രവർത്തിച്ച നിൻ്റെ പാപങ്ങൾ മൂലം അവർ നിന്നേക്കാൾ നീതിയുള്ളവരാണ്. നീയും ലജ്ജിക്കുക. നിൻ്റെ സഹോദരിമാരെ നീതിയുള്ളവരാക്കുന്നതിന് നിൻ്റെ അവമതി നീ വഹിക്കുക. അവരുടെ സുസ്ഥിതി, അതായത് സോദോമിൻ്റെയും അവളുടെ പുത്രിമാരുടെയും സുസ്ഥിതിയും സമറിയായുടെയും അവളുടെ പുത്രിമാരുടെയും സുസ്ഥിതിയും ഞാൻ പുനഃസ്ഥാപിക്കും. അതോടൊപ്പം അവരുടെ മധ്യേ നിൻ്റെ സുസ്ഥിതിയും. അങ്ങനെ അവർക്ക് ഒരാശ്വാസമാകത്തക്ക വിധം നീ ചെയ്തതിനെ പ്രതിയെല്ലാം നീ ലജ്ജിക്കുകയും നിൻ്റെ അവമാനം നീ വഹിക്കുകയും ചെയ്യും. നിൻ്റെ സഹോദരിമാരായ സോദോമും അവളുടെ പുത്രിമാരും തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരും. സമറിയായും അവളുടെ പുത്രിമാരും തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരും. നീ നിൻ്റെ പുത്രിമാരും നിങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരും. നിൻ്റെ പ്രൗഢിയുടെ ദിനത്തിൽ നിൻ്റെ സഹോദരി സോദോമിനെ നിൻ്റെ അധരം പരാമർശിക്കുക പോലും ചെയ്തില്ലല്ലോ. നിൻ്റെ ദുഷ്ടത വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ആരാമ്യപുത്രിമാരോടും അവളുടെ ചുറ്റുപാടിലെല്ലാമുള്ള ഫിലിസ്തീയപുത്രിമാരുടെയും പരിഹാസകാലത്തെന്നതുപോലെ നിനക്ക് ചുറ്റിലും അവർ പരിഹസിക്കും. നിൻ്റെ ദുഷ്ടതയും മ്ലേച്ഛതയും നീ ചുമക്കും. കർത്താവിൻ്റെ അരുളപ്പാട്. ശാശ്വതമായ ഉടമ്പടി. തീർച്ചയായും നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നീ പ്രവർത്തിച്ചതുപോലെ ഞാൻ നിന്നോട് പ്രവർത്തിക്കും. എന്നാൽ നീ ഉടമ്പടി ലംഘിക്കുന്നതിന് പ്രതിജ്ഞ അവഹേളിച്ചു. എങ്കിലും നിൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ നിന്നോട് ചെയ്ത ഉടമ്പടി ഞാൻ ഓർമ്മിക്കും. നീയുമായി ഞാൻ ശാശ്വതമായൊരു ഉടമ്പടി സ്ഥാപിക്കും. നിൻ്റെ മാർഗങ്ങൾ അപ്പോൾ നീ ഓർമ്മിക്കും. നിന്നേക്കാൾ മൂത്തതും നിന്നേക്കാൾ ഇളയതുമായ നിൻ്റെ സഹോദരിമാരെ നീ സ്വീകരിക്കുമ്പോൾ നീ അവമാനിതനാകും. നിൻ്റെ ഉടമ്പടി പ്രകാരമല്ലാതെയത്രേ അവരെ ഞാൻ നിനക്ക് പുത്രിമാരായി നൽകിയത്. ഞാൻ നീയുമായി എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും. അങ്ങനെ അതോർത്ത് നീ ലജ്ജിക്കും. നീ ചെയ്തതെല്ലാം ഞാൻ നിന്നോട് ക്ഷമിക്കുമ്പോൾ നിൻ്റെ അവമതി മൂലം വീണ്ടും വായ് തുറക്കാൻ നിനക്ക് കഴിയുകയില്ല. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. പിതൃശിക്ഷണമുള്ളവനാണ് ജ്ഞാനിയായ മകൻ.
ഗുണദോഷം കേൾക്കാത്തവൻ പരിഹാസകനാണ്. നീതിയുടെ ഫലത്തിൽ നിന്നാണ് ഒരുവൻ നല്ലത് ഭക്ഷിക്കുന്നത്. അവിശ്വസ്തരുടെ ആസക്തി അക്രമമാണ്. തൻ്റെ വായി സൂക്ഷിക്കുന്നവൻ സ്വജീവൻ കാക്കുന്നു. തൻ്റെ അധരങ്ങൾ മലർക്കെ തുറക്കുന്നവന് നാശം. അലസനാർത്തിയുള്ളവനും അവൻ്റെ ആസക്തി ഇല്ലായ്മയുമാണ്. സ്ഥിരോത്സാഹിയുടെ ജീവൻ കൊഴുക്കുന്നു.